പവിത്രം സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന അടുത്ത ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അച്ഛമ്മ വന്നിട്ട് വേദയോട് ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്താ അവനെ സ്നേഹത്തോടെ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ തിരിച്ചുകൊണ്ട് അച്ഛമ്മയോട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല അച്ഛമ്മേ. അത് കേട്ട് അച്ഛമ്മ പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്കറിയണം, നിങ്ങൾ മാത്രമുള്ള സമയത്ത് നീ എന്താ അവനെ വിളിക്കുന്നത്. അപ്പോൾ വേദ പറയുന്നത്, ഞാൻ വിക്രം എന്ന് വിളിക്കുമോ എന്ന് പറയുന്ന സമയത്തിന് അച്ഛമ്മ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നീ അവനെ എന്ന് വിളിച്ച് ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറയും. വേദ അപ്പോഴേക്കും വിക്രം എന്ന് വിളിക്കുന്ന സമയത്തിന് വിക്രം അവിടെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദയുടെ വിളി കേട്ടുകൊണ്ട് തന്നെ വിക്രം അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നത്, ദേ കണ്ടില്ലേ, നിന്റെ വിളി കേട്ടിട്ടാണ് അവനെ നോക്കുന്നത്, നീ അവൻ്റെ അടുത്തേക്ക് പോയെന്നൊക്കെ പറയുന്ന സമയത്തിന് നന്ദിനി ഇത് കാണുന്നുണ്ടായിരുന്നു. അച്ഛമ്മ പറയുന്നത്, നീ ഉറക്കെ വിളിക്കുക, എല്ലാവരും ഒന്ന് കേൾക്കട്ടെ എന്ന് പറയുന്ന സമയത്തിന് വേദ വീണ്ടും വിക്രമിനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പിന്നീട് അങ്ങനെ അന്ന് രാത്രിയായ സമയത്തിന് വേദ അവിടെ ഹോളിൽ ഇങ്ങനെ കിടക്കാൻ നോക്കുന്ന സമയത്തിന് അച്ഛമ്മ ഇങ്ങനെ വേദയെ കൂട്ടിക്കൊണ്ട് വിക്രത്തിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ നീ താലി കെട്ടിയ പെണ്ണല്ലേ ഇവള്, എന്നിട്ട് ഇവള് നീ പുറത്താണോ കിടക്കുന്നത്, നിന്റെ ഭാര്യ നിന്റെ കൂടെയല്ലേ കിടത്തേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വേദയെ കൂട്ടിയിട്ടായിരിക്കട്ടോ അച്ഛമ്മ വിക്രത്തിൻ്റെ മുറിയിലേക്ക് വരുന്നത്. അച്ഛമ്മയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രം ഒന്നും മിണ്ടുന്നില്ല. അച്ഛമ്മ പറഞ്ഞിട്ട്, മോളെ നീ അകത്ത് കയറി എന്നൊക്കെ പറഞ്ഞ് വേദനെ അകത്താക്കി വിക്രത്തിൻ്റെ ബെഡ്റൂമിലേക്കാക്കിയിട്ട് അച്ഛമ്മ വാതിൽ പുറത്ത് നിന്ന് കുറ്റിയിടുന്നുണ്ട്. വിക്രത്തിന് ഭയങ്കര ദേഷ്യമായിരിക്കും. എന്നിട്ട് വേദ അങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കിക്കൊടുത്തിട്ട് ചോദിക്കുന്നതിന്, എടി നീ എന്തിനാടി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത് എന്ന് ചോദിക്കും. അപ്പോൾ വേദ ചോദിക്കുന്നതിന്, ഇങ്ങോട്ടല്ലാതെ പിന്നെ ഞാൻ എങ്ങോട്ടേക്ക് വരാനാ, അതെ ഞാൻ തനിയെ വന്നതൊന്നുമല്ലല്ലോ, അച്ഛമ്മയല്ലേ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. അച്ഛമ്മ പറഞ്ഞത് കേട്ടല്ലോ, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, അതുകൊണ്ട് നിങ്ങളുടെ കൂടെ തന്നെയല്ലേ ഞാൻ കിടന്നുറങ്ങേണ്ടത്. അതെ ഇന്നത്തെ രാത്രി നിങ്ങൾ ഏതായാലും എന്നോട് ദേഷ്യപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല, ഞാൻ ഇന്ന് ഇവിടെ തന്നെ കിടന്നുറങ്ങുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിലത്ത് ആ ഒരു പായം വിരിച്ചുകൊണ്ട് തന്നെ വേദ അവിടെ കിടക്കുന്നുണ്ട്. വേദ കൂളായിട്ട് അവിടെ കിടന്നിട്ട് വിക്രമിനെ എങ്ങനെ നോക്കിച്ചിരിക്കുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരട്ടോ. വിക്രം പറഞ്ഞിട്ട്, എടി നിന്നെ ഞാൻ കാണിച്ചു തരാടി, നീ ഇനി ഒരിക്കലും ഇവിടെ കിടന്നുറങ്ങില്ല, അച്ഛമ്മ ഇവിടെ നിന്നും പോയിക്കോട്ടെ, അതിനുശേഷം നിന്നെ ഞാൻ എന്നേക്കുമായി ഈ മുറിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുമെന്നൊക്കെ പറയും. അപ്പോൾ വേദ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഇപ്പം തൽക്കാലം കിടന്നുറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് വേദ അവിടെ കിടക്കുമായിരിക്കട്ടോ. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം വിക്രം പയ്യെ പോയിട്ട് ആ ഒരു ഡോറൊക്കെ അങ്ങനെ തുറന്നു നോക്കുന്നുണ്ട്. എന്നാൽ അച്ഛമ്മ പുറത്തിങ്ങനെ കാവലിരിക്കുന്നത് കാണുന്ന സമയത്തിന് വിക്രത്തിന് പേടിയായിട്ട് വിക്രം വെട്ടുന്നതിൻ്റെ വാതിലങ്ങ് കൊട്ടിയടച്ചിട്ട് അകത്തേക്ക് കയറിയിരിക്കും. വേദ ഇനി ഒരിക്കലും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛമ്മ ആ ഒരു ഡോറിൻ്റെ അവിടെ തന്നെ കാവലിരിക്കുകയായിരുന്നു. എന്നാൽ തനിക്കിനി പുറത്തേക്ക് പോകാൻ മറ്റു വഴിയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കട്ടോ വിക്രം നേരം തൻ്റെ റൂമിലേക്ക് വന്നിരിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് വേദക്ക് ഭയങ്കര സന്തോഷമായിട്ട് വേദ ഇങ്ങനെ ചിരിക്കുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട്, എടി നീ ഇത് കണ്ടിട്ട് അധികം സന്തോഷിക്കൊന്നും വേണ്ട, ഇന്ന് തൽക്കാലം നീ ഏതായാലും ഇവിടെ എൻ്റെ റൂമിൽ കിടന്നോ, പക്ഷേ നാളെ മുതൽ ഇതിന് നല്ലൊരു വഴി തന്നെ ഞാൻ കണ്ടോളാം. എടി നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കേണ്ടടി, കേട്ടോടി വേതാളം എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, അതൊക്കെ നാളെയല്ലേ, നിങ്ങൾ തൽക്കാലം ഇപ്പം കയറി കിടന്നുറങ്ങാൻ നോക്ക്, ഇന്നത്തെ രാത്രി ഏതായാലും നിങ്ങൾ എന്നോട് ദേഷ്യം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കായിരിക്കട്ടെ വേദ ഇങ്ങനെ കണ്ണടച്ച് കിടന്നുറങ്ങുന്നത് കണ്ടിട്ട് വിക്രത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട് കാലെടുത്തിട്ട് വേദ ഇങ്ങനെ ചവിട്ടാൻ നോക്കുന്ന സമയത്തായിരിക്കട്ടോ പെട്ടെന്ന് വേദം കണ്ട് കണ്ണു തുറക്കുന്നത്. അപ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ചവിട്ടാൻ നോക്കണോ, നിങ്ങളുടെ കാലെങ്ങാനും എൻ്റെ ദേഹത്ത് കൊണ്ട് ഞാൻ അപ്പം തന്നെ അച്ഛമ്മയെ വിളിച്ചിട്ട് കാര്യം പറയും, അങ്ങനെ ഞാൻ ചെയ്യണോ, അങ്ങനെ ചെയ്താൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ അച്ഛമ്മ ഈ റൂമിൽ നിന്ന് പിടിച്ച് പുറത്താക്കിക്കോളും എന്നൊക്കെ പറയും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട് ഒന്നും മിണ്ടാൻ കഴിയാതെ വിക്രം നേരെ ബെഡിൽ കിടന്നിട്ട് അങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കിടന്നുറങ്ങുന്നുണ്ട്. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അച്ഛമ്മ ഏതായാലും തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ആ സമയത്തിന് കമലമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മേ, ഞാൻ അമ്മയുടെ കൂടെ വരാൻ പറഞ്ഞിട്ടാണ് അമ്മ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന കാര്യം അബദ്ധത്തിൽ പോലും പറയല്ലേ അമ്മേ. അപ്പോഴേക്കും അച്ഛമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കമലത്തിനോട് പറഞ്ഞിട്ട്, നീ പേടിക്കേണ്ട കമലം, ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്, ഇതിനൊക്കെ ഒരു തീരുമാനമായിട്ട് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ കൂട്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകും. വിക്രത്തിനെയും വേദനയും ഇനി എല്ലാ രീതിയിലും ഒരുമിപ്പിച്ചിട്ട് മാത്രമേ ഇനി എനിക്കൊരു മനസ്സമാധാനം കിട്ടുള്ളൂ. അതിനു വേണ്ടി തന്നെയാണ് ഈ അമ്മയുടെ അച്ഛമ്മ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, അവരെ ഞാൻ ഒരുമിപ്പിച്ചിരിക്കും എന്നൊക്കെ പറയാട്ടോ അച്ഛമ്മ. അപ്പോൾ കമലമ്മ പറഞ്ഞിട്ട്, അതേ അമ്മ, അമ്മക്ക് മാത്രമേ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അമ്മ ഇങ്ങോട്ടേക്ക് വരുത്തിപ്പിച്ചത്, അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലെ 3 മക്കളും 3 രീതിയിലാണ് ജീവിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ അമ്മക്കറിയാലോ, എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ, ഇനി ഇവരെയൊക്കെ നേരാക്കാൻ വേണ്ടിയിട്ട് അമ്മക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അച്ഛമ്മ പറഞ്ഞിട്ട്, ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ആ കാര്യം ഞാൻ എല്ലാവരോടും പറയും, അപ്പോഴേക്കും നിന്റെ 3 മക്കൾക്കും ഞാൻ വാണിംഗ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം, നീ ഇനി ഒന്നുകൊണ്ട് പേടിക്കേണ്ട കമലമ്മ എന്നൊക്കെ പറഞ്ഞ് കമലമ്മ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ അച്ഛമ്മ. പിന്നീട് കാണിക്കുന്നത് അന്നത്തെ രാത്രി വിക്രം കുറേ അധികം രാത്രിയായിട്ടും വീട്ടിലേക്ക് വരുന്നില്ല കേട്ടോ. എന്നാൽ വിക്രമിനെ കാത്തുകൊണ്ടതിന് വേദ അവിടെ പുറത്ത് വന്നിരിക്കുന്നുണ്ടാവും. ഇതും കണ്ടുകൊണ്ടതിന് അച്ഛമ്മ വേദയുടെ അടുത്തേക്ക് വന്നിരുന്ന് ചോദിക്കുന്നുണ്ട്, മോൾക്ക് വിക്രമിനെ എത്രമാത്രം ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കും. അല്ല, നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചിട്ടാണല്ലോ കല്യാണം കഴിച്ചത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാന്ന് പറയുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, വിക്രമിൻ്റെ സ്വഭാവം ഓരോ സമയത്തും ഓരോ പോലെ തന്നെയാണ്, കൈവിട്ട പമ്പരം പോലെയാണ് ഇപ്പോൾ വിക്രത്തിൻ്റെ സ്വഭാവം, അതൊന്ന് പിടിച്ചു കിട്ടാൻ വലിയ പാടാണെന്ന് പറയും. ഇത് കേട്ട് അച്ഛമ്മ പറഞ്ഞിട്ട്, മോള് പറഞ്ഞത് ശരിയാ, അവളുടെ ഈ സ്വഭാവമൊക്കെ മോൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും, അതിനൊക്കെ മോൾക്ക് കൂട്ടായിട്ട് ഈ അച്ഛമ്മയും കൂടെ ഉണ്ട് എന്നിങ്ങനെ പറയുന്ന സമയത്തിന് വേദക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്.
അച്ചമ്മ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, മോൾക്ക് മോളുടെ സ്വന്തം വീട്ടിലേക്ക് പോകണമെന്ന് തോന്നാറില്ലേ? മോള് വലിയ ജഡ്ജിയുടെ മകളല്ലേ? ഇവിടെയുള്ള ഈ ജീവിതം മോൾക്ക് മടുത്തില്ലേ എന്നൊക്കെ ചോദിക്കും. എന്നാൽ ഇത് കേട്ടുകൊണ്ട് തന്നെ വേദ പറഞ്ഞിട്ട്, അച്ചമ്മേ, അങ്ങനെ ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് പെട്ടെന്ന് മടുക്കാനുള്ളതാണോ? ഒരുപാട് കാലം ഒന്നിച്ച് ജീവിക്കേണ്ടതില്ലേ? അതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വേണം. എങ്കിൽ മാത്രമേ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുള്ളൂ എന്നിങ്ങനെ വേദ പറയുന്നത് കേട്ടുകൊണ്ട് തന്നെ അച്ചമ്മ വേദയെ തന്നെ ഇങ്ങനെ നോക്കുമായിരിക്കും. എന്നിട്ട് അച്ചമ്മ അങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട്, എൻ്റെ വിക്രമിന് കിട്ടിയ ഭാഗ്യമാണ് ഈ പെണ്ണ്. ഈ പൊന്നു പോലെയുള്ള പെൺകുട്ടീനെ ഒരിക്കലും വിക്രം നഷ്ടപ്പെടുത്തി കളയാനൊന്നും ഞാൻ സമ്മതിക്കില്ല. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയ സമയത്തിന് വേദ അങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചിട്ട് പുറത്ത് വന്നിങ്ങനെ ഇരിക്കുമായിരിക്കും. ആ സമയത്തിന് അച്ചമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്? നീ നിന്റെ വിക്രമിനെ കുറിച്ച് ചിന്തിക്കുവാണോ എന്ന് ചോദിക്കും. അപ്പോഴേക്കും വേദ പറഞ്ഞിട്ട്, എന്തിനാ അച്ചമ്മ എന്നെ എപ്പോഴും ഇങ്ങനെ കളിയാക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് അച്ചമ്മ പറഞ്ഞിട്ട്, അയ്യോടാ, ഞാനത് പറഞ്ഞപ്പോഴേക്കും നിന്റെ മുഖത്ത് വല്ലാതെ നാണം വന്നല്ലോ. നിന്റെ മുഖത്ത് ഈ ഒരു നാണം കാണാൻ നല്ല രസമാണെന്നിങ്ങനെ അച്ചമ്മ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് വേദ അങ്ങ് ചിരിക്കുന്നുണ്ട്. മോളെ, അവൻ എങ്ങാനും നിന്നോട് ദേഷ്യം കാണിച്ചാൽ നീ തിരിച്ച് സ്നേഹം കാണിക്കണം. അവൻ അങ്ങോട്ടേക്ക് പോയാൽ നീ തിരിച്ച് ഇപ്പുറത്തേക്ക് പോകണം. അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ജീവിതം. ഒരിക്കലും അവൻ്റെ ഇഷ്ടത്തിനൊന്നും നീ വിടാൻ സമ്മതിക്കരുത് മോളെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ അച്ചമ്മ. മോളെ അനുസരിക്കുന്ന വെറും ഒരു പൂച്ചക്കുട്ടിയായിട്ട് നീ വിക്രമിനെ മാറ്റിയെടുക്കണം. അല്ലെങ്കിലും അവൻ്റെ മനസ്സിൽ നിന്നോട് ചില ഇഷ്ടങ്ങളൊക്കെയുണ്ട്. അല്ലെങ്കിലും നിന്നെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ എങ്ങനെ അവനെ ഇഷ്ടപ്പെടാതിരിക്കുക? നീ അത്രമാത്രം സുന്ദരിയല്ലേ മോളെ? അവൻ്റെ മനസ്സിലുള്ള ഇഷ്ടമൊന്നും അവൻ പുറത്ത് കാണിക്കാത്തതാ. അല്ലെങ്കിലും എൻ്റെ മോൻ്റെ മനസ്സ് എനിക്കറിയില്ലേ എന്നിങ്ങനെ അച്ചമ്മ പറയുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, അച്ചമ്മേ, ഞാൻ അച്ചമ്മയ്ക്കുള്ള ചായ എടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ പയ്യെ അവിടെ നിന്നും പോകുന്നുണ്ട്. അച്ചമ്മക്ക് വേദ അങ്ങനെ ചായ കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്തിന് അച്ചമ്മ ചോദിക്കുന്നത്, അല്ല മോളെ, നീ വിക്രത്തിന് ചായ കൊടുത്തു എന്ന് ചോദിക്കും. അപ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രം എഴുന്നേൽക്കാനായിട്ടില്ല. ഈ സമയത്ത് ഞാനെങ്ങാനും ചായ കൊണ്ടുപോയി കൊടുത്താൽ പിന്നെ ദേഷ്യത്തോടു കൂടെ എന്നോട് എന്തൊക്കെയാ പറയാന്നറിയത്തില്ല. ഈ സമയത്ത് വിളിക്കാൻ പോയാൽ അത്രമാത്രം ദേഷ്യമായിരിക്കും എന്നൊക്കെ പറയട്ടെ വേദ. ആ സമയത്തിന് അച്ചമ്മ പറയുന്നുണ്ട്, മോളെ, അതൊക്കെ ഇപ്പോഴുള്ള കാര്യമല്ലേ? നിങ്ങൾ രണ്ടുപേരും ശരിക്കും അങ്ങ് സ്നേഹമാവുമ്പോഴുണ്ടല്ലോ, അത് വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും. ഞാനിപ്പോൾ അതെങ്ങനെയാ മോൾക്ക് പറഞ്ഞു തരിക? ആവേശം, വെപ്രാളം, രോമാഞ്ചം, പരവേശം എല്ലാം കൂടെ ആകെ പണിയാവുമെന്നിങ്ങനെ അച്ചമ്മ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് വേദ ആകെങ്ങനെ ഷോക്കായിട്ട് അച്ചമ്മയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാട്ടോ. ആ സമയത്തിന് വേദ ഇങ്ങനെ മനസ്സിൽ പറയുന്നത്, ആഹാ, ഈ അച്ചമ്മ ആള് കൊള്ളാലോ, ഞാൻ വിചാരിച്ചതുപോലെയുള്ള ആളെയല്ല. അച്ചമ്മ ശരിക്കും ഒരു പുലിയാണ് എന്നിങ്ങനെ വേദ മനസ്സിൽ പറയായിരിക്കും. ആ സമയത്തിന് അച്ചമ്മ പറയുന്നുണ്ട്, മോളെ, മോൾ ഇങ്ങോട്ടേക്ക് വന്നേ. നിങ്ങൾ രണ്ടുപേരെയും അങ്ങനെ കയറൂരി വിട്ടാലൊന്നും ശരിയാവില്ല. നിങ്ങൾ രണ്ടുപേരെയും ഒന്നിപ്പിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേദയുടെ കൈയും പിടിച്ചുകൊണ്ട് തന്നെ അച്ചമ്മ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇതേ സമയത്തായിരിക്കൂടെ വിക്രം എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വരുന്നത്. അച്ചമ്മ വിക്രത്തിനെ കാണുന്ന സമയത്തിന് വേദിയുടെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ, ഞാൻ എന്ത് പറഞ്ഞാലും മോൾ അതുപോലെ അനുസരിക്കണം കേട്ടോ. അപ്പോഴേക്കും ആ ശരി എന്നൊക്കെ പറഞ്ഞ് വേദ സമ്മതിക്കാട്ടോ. ആ സമയത്തിന് ഇത് കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട്, എന്താണ് രണ്ടുപേരും കൂടി ഒരു രഹസ്യം? എന്നെ വീഴ്ത്താനുള്ള വല്ല നമ്പറാണോ എന്ന് ചോദിക്കും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് അച്ചമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് മോളോട് എപ്പോഴും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ? എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു സ്നേഹമൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. ഇതേ സമയത്തിന് അച്ചമ്മയുടെ ഫോൺ ഇറങ്ങിയുന്ന സമയത്തിന് അച്ചമ്മ പറഞ്ഞിട്ട്, അതെ, എൻ്റെ ഫോണിൽ ആരോ വിളിക്കുന്നു, ഞാൻ ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ അവിടെ നിന്നങ്ങ് പോവാട്ടോ. ആ സമയത്തിന് വിക്രം വന്നിട്ട് ഇങ്ങനെ വേദയോട് ചോദിക്കുന്നുണ്ട്, എടി, അപ്പോഴേക്കും നീ എൻ്റെ അച്ചമ്മയങ്ങ് സോപ്പിട്ടെടുത്തല്ലേ? ഇതുകൊണ്ടൊന്നും നീ എന്നെ തോൽപ്പിക്കാമെന്നൊന്നും നോക്കണ്ട. നീയും അച്ചമ്മയും കൂടി എന്ത് തന്നെ കാണിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, അതെ, ഞാൻ എന്ത് ചെയ്തിട്ടാ? നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്താ ചെയ്തത്? നിങ്ങളുടെ അച്ചമ്മയെ ഒരിക്കലും ഞാനൊന്നും സോപ്പിട്ടെടുത്തിട്ടില്ല. അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. ഏതായാലും നിങ്ങളുടെ അച്ചമ്മ ആള് പുലിയാണ്. നിങ്ങളുടെ അച്ചമ്മ നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് വരണമായിരുന്നു, എങ്കിൽ പിന്നെ ഇവിടെ പലതും നടക്കുമായിരുന്നു എന്നൊക്കെ പറയാട്ടോ വേദ. ഇത് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിനങ്ങ് ദേഷ്യം വന്നിട്ട് വേദ ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഓ, ഈ അച്ചമ്മയുടെ ഒരു കാര്യം, മനുഷ്യരുടെ സ്വസ്ഥത എങ്ങ് പോയി എന്നൊക്കെ പറയും. ഇത് കേട്ട് വേദ പറഞ്ഞിട്ട്, ഇതൊന്നുമല്ല മോനെ, ഇനി ശരിക്കുമുള്ള പണി വരാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ വേദയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രം ദേഷ്യപ്പെട്ട് വേദ ഇങ്ങനെ തുറപ്പിച്ച് നോക്കുന്ന സമയത്തായിരിക്കും ഫോൺ ചെയ്യലെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ അച്ചമ്മ അങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത്. അച്ചമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, വിക്രം, നീ കാപ്പി കുടിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട്, ഇല്ല അച്ചമ്മ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം, വന്നിട്ട് ഞാൻ കാപ്പി കുടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം പയ്യെ അവിടെ നിന്നങ്ങ് പോവാൻ നോക്കുകയാണ്. നിൽക്കണ അവിടെ, നീ എങ്ങോട്ടേക്ക് പോകുന്നത്? അങ്ങനെ നീ പോവുകയാണെങ്കിൽ തന്നെ ഇവളോട് പറഞ്ഞിട്ട് പോ. ചുമ്മാ അതങ്ങ് പോയാൽ പോരാ, ഇവളെ ചേർത്ത് പിടിച്ചിട്ട് ഇവൾക്കൊരു ഉമ്മയും കൊടുത്തിട്ട് പോകണം. എന്നാൽ അച്ചമ്മയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് അമ്പരപ്പോട് കൂടെ ആയിരിക്കട്ടെ വിക്രം ഇങ്ങനെ വേദയെ നോക്കുന്നത്. ഇതും കണ്ടുകൊണ്ട് തന്നെ അച്ചമ്മ ചോദിക്കുന്നത്, എടാ, നീ എന്തിനാ അതിന് ഇങ്ങനെ നോക്കുന്നത്? നിന്റെ സ്വന്തം ഭാര്യയ്ക്കൊരു ഉമ്മ കൊടുക്കാനാ ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞപ്പോഴേക്കും നീ എന്തിനാ ഇങ്ങനെ അമ്പരക്കുന്നത്? അപ്പോൾ വിക്രം പറഞ്ഞിട്ട്, ഏയ്, അതൊന്നും വേണ്ട. എൻ്റെ അച്ചമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ചമ്മയ്ക്ക് എന്താ ഒരു നാണോ ഇല്ലേ? അപ്പോൾ അച്ചമ്മ പറഞ്ഞിട്ട്, എടാ, മിണ്ടാതിരിക്കടാ, നിന്നേക്കാൾ കൂടുതൽ ഓണം ഉണ്ടവളാ ഞാൻ. അതുകൊണ്ട് നീ എന്നെ കൂടുതലൊന്നും പഠിപ്പിക്കാൻ വരല്ലേ. ഞാൻ പറയുന്ന കാര്യം നീ അതുപോലെ അങ്ങ് കേട്ടാൽ മതിയെന്നിങ്ങനെ അച്ചമ്മ തറപ്പിച്ച് പറയുന്ന സമയത്തിന് വേദ പോലും ആകെ അങ്ങനെ ഷോക്കായി നിൽക്കുമായിരിക്കും. എന്നാൽ വിക്രമും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്തിന് അച്ചമ്മ വീണ്ടും പറഞ്ഞിട്ട്, എടാ, ഇവളുടെ കയ്യിലെങ്കിലും ഒരു ഉമ്മ കൊടുത്തിട്ട് പോടാന്ന് പറയാട്ടോ. എന്നാൽ അച്ചമ്മ വല്ലാതെ നിർബന്ധിക്കുന്ന സമയത്തിന് വിക്രത്തിന് മറ്റു വഴി ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വേദയുടെ കയ്യും പിടിച്ചിട്ട് ഒരു ഉമ്മയും കൊടുത്തിട്ട് അവിടെ നിന്നങ്ങ് പോവാണ്.
എന്നാൽ ഇതേ സമയത്തിന് വേദ കണ്ണും തള്ളിയിട്ട് വിക്രമിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും. എന്നാൽ ഇതൊന്നും തനിക്ക് വിശ്വസിക്കാൻ കഴിയാതെ വേദ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് വിക്രമിന് എന്ത് ചെയ്യണമെന്നറിയില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ബൈക്കിൽ കയറിയിട്ട് അവിടെ നിന്നങ്ങ് പോവായിരിക്കും വിക്രം. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് അച്ചമ്മക്ക് ഭയങ്കര സന്തോഷമായിട്ട് അച്ചമ്മ ഇങ്ങനെ പൊട്ടി പൊട്ടി ചിരിക്കുകയാണ്. ഇവരുടെ ഈ ഒരു സ്നേഹപ്രകടനമെല്ലാം തന്നെ നന്ദിനി അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. നന്ദിനിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരട്ടെ. നന്ദിനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ അപ്പോൾ അച്ചമ്മയുടെ ഉദ്ദേശം ഇതായിരുന്നു അല്ലേ? ഇനിയും അച്ചമ്മ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഇവർ രണ്ടുപേരെയും തമ്മിൽ ഒന്നിപ്പിച്ചിട്ടേ ഇവിടെ നിന്ന് പോവുള്ളൂ. അതിനു മുൻപ് എങ്ങനെയെങ്കിലും ഈ അച്ചമ്മയെ ഇവിടെ നിന്നും ഓടിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരിക്കട്ടെ നന്ദിനി. പിന്നീട് അങ്ങനെ അന്ന് രാത്രി വിക്രമിനെ വിളിച്ചു കൊണ്ടതിന് അച്ചമ്മ പറഞ്ഞിട്ട്, എടാ നീ എന്താടാ ഇവിടെ നിൽക്കുന്നത്? സമയം എത്രയായി എന്നറിയാലോ? ഇവിടെ എല്ലാവരും ചോറ് കഴിച്ചിട്ട് കിടക്കാൻ സമയമായി. എടാ നീ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നേ. ഇത്ര രാത്രിയായിട്ട് നീ എന്താണ് വീട്ടിലേക്ക് വരാത്തത്? മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നോളണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അച്ചമ്മ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഫോൺ കട്ടാക്കിയതിന് ശേഷം അച്ചമ്മ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, വിക്രം ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. അവനും കൂടെ വന്നതിന് ശേഷം എല്ലാവർക്കും ഒത്തൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. എന്നാൽ അച്ചമ്മ ഇങ്ങനെ സ്ട്രോങ് ആയി സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് തന്നെ കമലമ്മയും വേദ ഇങ്ങനെ ചിരിക്കുകയാണ്. പിന്നീട് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം വിക്രം തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് തറയിൽ ഇങ്ങനെ ഇല വിരിച്ചു കൊടുക്കട്ടെ വേദ. എന്നിട്ട് വേദ അവിടെ നിന്നങ്ങ് മാറി നിൽക്കുന്ന സമയത്തിന് എന്താന്ന് ചോദിക്കട്ടെ അച്ചമ്മ. അപ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രം ചേട്ടൻ ആദ്യം കഴിച്ചോട്ടെ, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം എന്ന് പറയുന്ന സമയത്തിന് അച്ചമ്മ പറയുന്നുണ്ട്, അങ്ങനെ നീ അങ്ങ് കുലസ്ത്രീ ചമയൊന്നും വേണ്ട മോളെ. നീ പോയിട്ട് ഇവന്റെ തൊട്ടടുത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്ക്. നിങ്ങൾ രണ്ടുപേരും ഒത്തൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഈ അച്ചമ്മയൊന്ന് കാണട്ടെ. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വിക്രം ദേഷ്യപ്പെട്ട് വേദയെ എങ്ങനെ നോക്കുമായിരിക്കും. വേദ ഏതായാലും ചിരിച്ചുകൊണ്ട് കൂളായിട്ട് വിക്രമിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ചേർന്നിരിക്കുകയാണ്. വേദ വന്നിട്ട് വിക്രത്തിന്റെ മേലങ്ങ് കൈ തട്ടിയപ്പോഴേക്കും വിക്രത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഏതായാലും അവർ രണ്ടുപേരും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്തിന് അച്ചമ്മ പറയുന്നുണ്ട്, സ്നേഹമുള്ള ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ ചോറ് വാരി കൊടുക്കാറുണ്ട്. എടാ നീ ഇങ്ങനെ മിഴിച്ചു നോക്കി നിൽക്കാതെ അവളുടെ വായിലേക്ക് ഒരു ഉരുള വെച്ച് കൊടുക്കടാ എന്ന് പറയുന്ന സമയത്തിന് ആകെ അങ്ങനെ ഷോക്കായതുപോലെ ആയിരിക്കും വിക്രം അച്ചമ്മയെ നോക്കുന്നത്. എന്നാൽ വേദയ്ക്ക് ഇത് കേൾക്കുന്ന സമയത്തിന് ചിരി വരാട്ടോ. കമലമ്മയും ഇതെല്ലാം കണ്ടിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. വിക്രം മറ്റ് നിവൃത്തിയില്ലാതെ ഒരു ഉരുളൊട്ടിയതേതായാലും വേദയുടെ വായിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, മോൾ എന്തെങ്കിലും നോക്കി നിൽക്കുന്നത്? മോളും ഇതുപോലെ ഒരു ഉരുളെടുത്തിട്ട് വിക്രത്തിന്റെ വായിലേക്ക് വെച്ച് കൊടുക്കുമെന്ന് പറയും. അപ്പോഴേക്കും വേദ ഒരു ഉരുളൊട്ടിയിട്ട് വിക്രമിനും കൊടുക്കുന്നുണ്ട്. വിക്രത്തിന് ഭയങ്കര അങ്ങ് ദേഷ്യം വരികയാണെന്ന് മാത്രമല്ല പെട്ടെന്ന് ഭക്ഷണം അങ്ങനെ കഴിക്കുന്നത് കാണുന്ന സമയത്തന്നെ അച്ചമ്മ ഇതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് കഴിച്ചതിന് ശേഷം വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കുകയാണ്. അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എടാ നീ ഇങ്ങോട്ടേക്കട എഴുന്നേറ്റ് പോകുന്നത്? അവൾ മുഴുവനായിട്ട് കഴിച്ചതിന് ശേഷം മാത്രം നീ അവളുടെ അടുത്ത് നിന്നും എഴുന്നേറ്റാൽ മതി. എന്നാൽ അച്ചമ്മയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് മറ്റു വഴിയില്ലല്ലോ. വേദ കഴിച്ച് കഴിയുന്നത് വരെ തന്നെ വേദയുടെ കൂടെ ഇരിക്കുന്നുണ്ട് വിക്രം. ഇതേ സമയത്തിന് വേദ വിക്രത്തിനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. വേദ കഴിച്ചതിന് ശേഷം വിക്രം ഏതായാലും കൈ കഴുകിയിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകും. വിക്രം അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് അച്ചമ്മ പറഞ്ഞിട്ട്, എടാ നീ ഏതായാലും കിടക്കാൻ പോകണ്ട, അതിനു മുൻപായിട്ട് തന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. അപ്പോഴേക്കും വേദ വന്നിട്ട് ഇങ്ങനെ വിക്രത്തിനോട് പറഞ്ഞിട്ട്, അതെ ഇന്ന് കഴിച്ച ആഹാരത്തിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അല്ലേ? ഇങ്ങനൊരു മുഹൂർത്തം സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. എന്നാൽ വേദയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട് വേദയോട് എന്തോ ദേഷ്യത്തിൽ പറയാൻ നോക്കുന്ന സമയത്തായിരിക്കും അച്ചമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. എടാ നീ എന്താണ് വേദമോളോട് ദേഷ്യത്തോട് പറയാൻ നിൽക്കുന്നത്? എപ്പോൾ നോക്കിയാലും കീരിയും പാമ്പ് പോലെ രണ്ടുപേരും വഴക്കാണല്ലോ. നീ ഇന്നേ വരെ അവളോടൊന്ന് സ്നേഹത്തോടെ സംസാരിക്കുന്നതൊന്നും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. എന്താടാ അതിന് കാരണം? ഇത്രമാത്രം നീ അവളോട് ദേഷ്യപ്പെടാൻ എന്താ കാരണം? നീ കെട്ടിയ താലി തന്നെയല്ലേ അവളുടെ കഴുത്തിൽ കിടക്കുന്നത്? നീ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ അവളെ കല്യാണം കഴിച്ചത്? പിന്നെ നീ എന്തിനാ അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കാൻ അച്ചമ്മ. അച്ചമ്മ പറഞ്ഞിട്ട്, ഇനി ഏതായാലും നീ പോയി കിടന്നോ. രാവിലെ എല്ലാവരും കൂടി ഞാനൊരു കാര്യം പറയാം. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നീയും അവൻ്റെ കൂടെ പോയെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേദേനെയും കൂടെ പറഞ്ഞേക്കട്ടോ. വിക്രത്തിന് ഭയങ്കര അങ്ങ് ദേഷ്യം വന്നിട്ട് വേദ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിരുന്ന സമയത്തിന് അച്ചമ്മ എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചു വരുത്തും. എന്നിട്ട് പറയുന്നുണ്ട്, അതെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരെയും ഞാൻ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ച് വരുത്തിയത്. അതെ ഇത് ഞാൻ എടുത്ത തീരുമാനമാണ്. ഇതിനെതിർത്തൊരു മറുപടി നിങ്ങൾ ആരും തന്നെ പറയാൻ പാടില്ല. എന്താ ഞാൻ പറയുന്നതൊക്കെ ശരിക്കും മനസ്സിലാവുന്നുണ്ട് സുധാകര എന്ന് ചോദിക്കും. ഇത് കേട്ട് സുധാകരൻ മാഷ് ചോദിക്കുന്നത്, എന്താണ് അമ്മ പറയാൻ പോകുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ കാര്യം എന്താണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും വിഷ്ണു ചോദിക്കുന്നത്, എന്താ പറയാനുള്ളത് അച്ചമ്മേ? ഇതൊക്കെ ചിന്തിച്ചിട്ട് മനുഷ്യരാകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇത് കേട്ട് അച്ചമ്മ ചോദിക്കുന്നത്, എടാ നിനക്ക് എന്തിനാടാ അതിന് ടെൻഷൻ? 24 മണിക്കൂർ നീ ഇവിടെ ജോലിക്കൊന്നും പോവാതെ വെറുതെ ഇവിടെ ഇരുന്ന് തിന്നും മുടിച്ചും കിടന്നുറങ്ങിക്കേണ്ടിരിക്കല്ലേ? അങ്ങനെ ചുമ്മാതിരിക്കുന്ന നിനക്ക് എന്തിനാടാ ടെൻഷൻ? എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് നന്ദൻ ഇങ്ങനെ കളിയാക്കി ചിരിക്കട്ടോ. ആ സമയത്തിന് അച്ചമ്മ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും 2 ദിവസത്തേക്കുള്ള ഡ്രസ്സും പാക്ക് ചെയ്ത് കൊണ്ട് തന്നെ തയ്യാറായിരുന്നോളൂ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, എൻ്റെ നാട്ടിലേക്ക്. എന്താ എൻ്റെ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് കഴിഞ്ഞാൽ പിന്നെ മറ്റു പല കാര്യങ്ങളും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 2 ദിവസത്തേക്ക് നമുക്ക് എന്തായാലും പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വരാം. എന്താ സുധാകര, നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ അച്ചമ്മ. അപ്പോൾ മാഷ് പറഞ്ഞിട്ട്, ഇത് അമ്മയുടെ തീരുമാനമാണെന്നല്ലേ പറഞ്ഞത്? ഇനിയിപ്പോൾ അത് മാറ്റി പറയാനും അമ്മ സമ്മതിക്കില്ലല്ലോ. എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നിങ്ങനെ മാഷ് പറയുന്ന സമയത്തിന് ഇതെല്ലാം കേട്ട് ഇങ്ങനെ അമ്പരന്ന് നിൽക്കുമായിരിക്കും നന്ദിനിയും വിനായകനൊക്കെ.
എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വേദക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. വേദ ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കട്ടോ. അച്ഛമ്മ പറഞ്ഞതനുസരിച്ച് എല്ലാവരും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കൊണ്ട് തന്നെ വീട് പൂട്ടിയിട്ട് അവിടെ നിന്നും ഇറങ്ങുകയാണ്. അങ്ങനെ അവരെല്ലാവരും റെഡി ആയിക്കൊണ്ട് തന്നെ ആ ഒരു ട്രിപ്പ് മൂഡിലായിരിക്കും കേട്ടോ. അച്ഛമ്മ എല്ലാവരും ചേർത്തിട്ട് ഇങ്ങനെ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. ഈ സമയത്തിന് വേദ വിക്രമിനോട് പറയുന്നുണ്ട്, ഇനി ഏതായാലും 2 ദിവസത്തേക്ക് എനിക്ക് നിങ്ങളെ കൺകുളിർക്കെ കാണാമല്ലോ, അല്ലെങ്കിൽ പിന്നെ രാവിലെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമല്ലേ കാണാൻ പറ്റുള്ളൂ. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരട്ടോ. അച്ഛമ്മ പറഞ്ഞിട്ട്, എടി നീ കൂടുതൽ അങ്ങ് നെഗളിക്കൊന്നും വേണ്ട, അച്ഛമ്മ വന്നതിന് ശേഷം നീ കൂടുതൽ സന്തോഷത്തിലാണെന്നൊക്കെ എനിക്കറിയാം. സാരമില്ല, 2 ദിവസത്തേക്കല്ലേ, അത് കഴിഞ്ഞാൽ അച്ഛമ്മ പിന്നെ ഇവിടെ ഉണ്ടാവില്ല. 2 ദിവസത്തേക്ക് നീ അങ്ങ് സന്തോഷിക്കുകയെന്നൊക്കെ പറയട്ടോ വിക്രം. ആ സമയത്തിന് വേദ പറഞ്ഞിട്ട്, ആദ്യം 2 ദിവസം കഴിഞ്ഞിട്ടില്ലേ, ഏതായാലും നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആ ഒരു ട്രിപ്പ് മോഡിലും നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഏതായാലും അച്ഛമ്മ വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം വിക്രത്തിൻ്റെ വേദയുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ തന്നെ മാറ്റമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ഒരു ചാനൽ ഞാൻ അപ്കമിംഗ് റിവ്യൂസും ഡെയിലി റിവ്യൂസൊക്കെ എന്നും അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.